നമ്മുടെ ഭാഗം ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള സാധനം നമ്മൾ ഒരിക്കലും പുറത്തുവിടരുത്. അത് കൊടുക്കേണ്ടത് കോടതിയിലാണ്. അത് കോടതിയിൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് വേണ്ട സമയത്ത് വേണ്ട അവസരത്തിൽ കൊണ്ടുപോയി കോടതിക്ക് മുമ്പാകെ ഉപയോഗിക്കണം, കൃത്യമായി കൊടുക്കണം. കൃത്യമായി കൊടുത്താൽ മാത്രമേ അത് തെളിവായി പരിഗണിക്കപ്പെടുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊരു ഡിവൈസാണ്. ഈ ഡിവൈസിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഈ ഡിവൈസിലുള്ള റെക്കോർഡിങ് ഞാൻ വേറൊരു ഡിവൈസിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഈ ഡിവൈസ് ഉപേക്ഷിക്കുന്നു. ആ റെക്കോർഡിംഗ് കൊണ്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ശേഖരിച്ചത് ഈ ഡിവൈസിലാണ്. അതാണ് തെളിവായിട്ട് അതാണ് തെളിവായി പരിഗണിക്കുന്നത്. അതായത് അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളിത് എന്ത് ചെയ്യണം, നശിപ്പിച്ച് കളയാതെ. അത് പ്രേക്ഷകർക്ക് കൂടെ ഉള്ള ഒരു അറിവാണ്. നമ്മുടെ ദിലീപിൻ്റെ കേസിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അതുപോലെ വെച്ചിരിക്കണം. നമുക്കൊരു നിർണായകമായി നമുക്ക് അനുകൂലമായി നമ്മുടെ സത്യാവസ്ഥ തെളിയിക്കാനുള്ള സത്യാവസ്ഥയാണ് കേട്ടോ, ഉടായ്പകൾ കാണിക്കാനല്ല. സത്യാവസ്ഥ നമ്മുടെ ഭാഗം നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ ഇതൊക്കെയുള്ളൂ മാർഗം. അത് സൂക്ഷിച്ചു വെക്കുക, അത് സൂക്ഷിച്ച് അനക്കാതെ വെച്ചിരിക്കുക. ഇനി പൊന്നും വില തരാമെന്ന് പറഞ്ഞാലും അത് കൊടുക്കാതിരിക്കുക. ചിലരുണ്ട് അതിൻ്റെ റെക്കോർഡിംഗ് എടുത്ത് കൊണ്ടുവന്ന് വേറൊരു ഡിവൈസിലേക്ക് ഇടും, കോപ്പി ചെയ്യും. അത് തെളിവാണെന്ന് വിചാരിച്ച് കാത്തിരിക്കും. പക്ഷേ റെക്കോർഡ് ചെയ്ത എന്ത് ഉപകരണമാണോ ആ ഉപകരണമാണ് അതിൻ്റെ തെളിവായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതാണ്. അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയും അവസാനം അത് എഫ് എസ് എല്ലിൽ വിട്ടിട്ട് അത് പിന്നെ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തി തെളിയിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം നല്ലൊരു സമയമാവും. അതുകൊണ്ട് എന്തായാലും അവരോട് പറയാനുള്ളതും ഇതാണ്. ഏറെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഇന്ത്യയിലെ എമ്പാടും ആളുകൾ വിശ്വാസികളായിട്ടുള്ളൊരു ക്ഷേത്രമാണത്. അതിനെ തകർക്കാനാണ് ആരോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉത്സവം നടക്കണമെങ്കിൽ കരുതൽ തടങ്കൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയോ കണ്ണുവച്ചിരിക്കുന്നു. ആ കണ്ണുവച്ചവർക്ക് ശേഷമാണല്ലോ ഈ പീഡനാരോപണം വന്നിരിക്കുന്നത്.